ഇന്ത്യൻ ടു റിവ്യൂ. സിനിമ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് മൂവിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിനിമ. ശങ്കർ എന്ന സംവിധായകനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് കണ്ട് ഞെട്ടിയിട്ടുള്ള സിനിമകൾ നമുക്കുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളൊരു മേക്കിംഗ് ആണ് സിനിമ കഴിഞ്ഞതും. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ അധ്വാനത്തിന് വില കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ വില കുറച്ച് കാണരുത്. അതൊരു സംവിധായകനും എഴുത്തുകാരനും ആരായാലും തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കാണികൾ തീരെ വിവരമില്ലാത്തവരാണ്. അവർക്ക് എന്ത് കൊടുത്താലും അവരത് അക്സെപ്റ്റ് ചെയ്ത് കൊള്ളും എന്നുള്ള ധാരണയിൽ സിനിമ മേക്ക് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണവും കൂടിയാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നത് കമൽ സാറിന് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അദ്ദേഹത്തിന് ക്യാഷിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഈ സാധനത്തിൽ പോയി തലവെക്കില്ല. ഓഡിയോ ലോഞ്ചിൽ കമൽ സാറ് പറയുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ 3ക്ക് വേണ്ടിയാണെന്നുള്ളത്. അപ്പോഴേ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കണം എന്തോ അതിനകത്ത് സംഭവം ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെയാണ്, കാരണം ഇന്ത്യൻ 3യുടെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ സീക്വൻസൊക്കെ കുറച്ച് ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വധം കണ്ടതിന് ശേഷം അത് കാണുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ പ്രീക്വലാണ്. ഈ സേനാപതി എന്ന് പറയുന്ന ആൾ സ്വാതന്ത്ര്യ സമര സമയത്ത് ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കുറേ സീക്വൻസ് കാണുന്നുണ്ട്. അത് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പടപ്പ് പടച്ചു വിട്ടത് എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് മനസ്സിലാവാത്തത്, ഈ സാധനം നിങ്ങൾ എന്തായാലും ഫുൾ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു പ്രിവ്യൂ ഷോ വയ്ക്കില്ലേ? ഈ പ്രിവ്യൂ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണത്തില്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടാവില്ലേ? സോ ഈ സാധനം കയ്യിൽ നിന്ന് പോയി എന്നിട്ട് വിലയിരുത്തലുണ്ടാവില്ലേ? OTT കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രോളിൻ്റെ അളവൊന്നും ഒരുപക്ഷെ കുറഞ്ഞേനെ. കാരണം OTTയിൽ ഈ സിനിമ കണ്ടിട്ട് ക്ലൈമാക്സിൽ ആ സാധനം ഇന്ത്യൻ 3യുടെ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ഓക്കെ ഇന്ത്യൻ 3 ബെറ്റർ ആകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ആൾക്കാർ ട്രോൾ ചെയ്യുന്നത് കുറഞ്ഞേനെ ഒരു പക്ഷേ. ഇത് കാശും കൊടുത്ത് തിയേറ്ററിൽ കയറി ഇരുന്ന് ഈ വധം കണ്ട്, അതും 1-2 മണിക്കൂറല്ല 3 മണിക്കൂർ ഈ വധം കണ്ട് ഈ ഇറങ്ങി വരുന്നൊരു പ്രേക്ഷകൻ്റെ അമർഷവും ദേഷ്യവും അതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ട്രോൾ മഴയാറ്റി 4 സൈഡിൽ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട കമൽ സാറ് വിക്രത്തിലൂടെ ഒരു ഭയങ്കര ഹൈപ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. അടുത്ത പടത്തെ തന്നെ നല്ല ഉജ്ജ്വലമായിട്ട് അത് താഴെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ശങ്കർ സാറിന് പ്രത്യേകം നന്ദി പറയട്ടെ. ആ സമയത്തും ഒന്നാമതായി ഞാൻ പറയട്ടെ, നമുക്കറിയാം ഇത് 2018 ഷൂട്ട് തുടങ്ങിയ, സ്ക്രിപ്റ്റ് ഫുള്ളായി ഷൂട്ട് തുടങ്ങിയൊരു പടമാണ്. കൊറോണയൊക്കെ കാരണം അങ്ങനെ പിന്നെ 2-3 പേര് ആൾക്കാരൊക്കെ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം ഇത് നീണ്ടു പോയി റീഷൂട്ട് ചെയ്ത സാധനമാണ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലഹരണപ്പെട്ടു പോയൊരു സബ്ജക്റ്റാണ്. അഴിമതി എന്നും ഉണ്ട്, അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അഴിമതി ഉണ്ട്. പക്ഷേ നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അഴിമതിയിൽ കുതിർന്ന് ഇന്ത്യ നശിച്ച് നാറാനക്കല്ലായി ഇന്ത്യ തൊലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ താത്ത വന്നാലേ ഇതൊക്കെ നന്നാവുള്ളൂ. ഈ 100-115 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രേക്ഷകരെ തീരെ വില കുറച്ച് കണ്ടുകൊണ്ട് എഴുതിയൊരു സ്ക്രിപ്റ്റാണിത്. 105-115 വയസ്സുണ്ടാകുന്ന പ്രായമുള്ള ഒരാൾ വന്നിട്ട്, ഞാൻ ഈ ക്ലൈമാക്സിനോട് അടുത്തുള്ള ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഒരു 10-30 പേര്, അതോ നല്ല 1-1.5 ജിമ്മന്മാർ ഫുൾ ബോഡിയൊക്കെ കാണിച്ച് വലിച്ചൂരി നല്ല കട്ട ജിമ്മായിട്ട് നിൽക്കുന്നവരടുത്ത് 105-115 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്ന് നിന്നിട്ട് അപ്പൂപ്പൻ്റെ ബോഡി കാണിക്കുകയാണ്. അപ്പൂപ്പൻ മറ്റേ എന്തോ ശ്വാസം വലിച്ച് ഇറക്കി വിടുമ്പോഴത്തേക്കും എന്നിട്ട് ചൾക്കിയായിരുന്ന ബോഡിയെല്ലാം കൂടി കയറി അങ്ങ് ഫിറ്റാവും. 6 പാക്ക് പെട്ടെന്ന് തെളിഞ്ഞു വരുന്നു, കയ്യിലിങ്ങനെ മസിൽസൊക്കെ തെളിഞ്ഞു വരുന്നു. ചേട്ടാ ഞങ്ങളൊക്കെ 3-4-6 മാസങ്ങൾ ജിമ്മിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ പണ്ടാരങ്ങളൊന്നും പൊങ്ങി വരുന്നില്ല. ജിമ്മിൽ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ അപ്പൂപ്പൻ അവിടെ നിന്നിങ്ങനെ ശ്വാസമൊക്കെ വലിച്ചിങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരികയാണ്. ആ ഐഡിയ അതിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി പറയണം. എങ്കിൽ പിന്നെ ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്ത് മസിൽസൊക്കെ പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ സഹായമാകും ഈ ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നവർക്കൊക്കെ. ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ പോണ സമയത്ത് അവർക്ക് കഷ്ടപ്പെടേണ്ട 1 വർഷവും 1.5 വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഫുഡിനും മറ്റും കളയുന്നത്. അവർ ഈ ഒരു ആയോധന വിദ്യ പഠിച്ച് ഈ ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പമ്പ് ചെയ്യിക്കാമെങ്കിൽ ഈ ലക്ഷങ്ങളുടെ കഷ്ടപ്പാട് അവർക്കില്ലല്ലോ. അതൊരു പോയിൻ്റാണ് ആ സീൻ. അതിനുശേഷം പിന്നെ മറ്റേ ഒരു വീലിൽ ഓടുന്ന ഒരു വണ്ടി, ഒരു ബാറ്ററിയിൽ ഓടുന്ന സാധനം, ആ സാധനത്തിൽ പുള്ളിക്കാരൻ കാണിക്കുന്നത്, പുള്ളിയല്ല ഡ്യൂപ്പാണെങ്കിൽ പോലും കാണിക്കുന്ന സാധനങ്ങൾ, 105 വയസ്സുള്ള ആളാണ് ആ കാണിക്കുന്നത് എന്ന് കൺവിൻസ് ആവണ്ടേ പ്രേക്ഷകന്? സിനിമ ആസ്വദിക്കണമെങ്കിൽ യുക്തി നോക്കരുത്, ലോജിക്ക് നോക്കരുത് എന്നൊക്കെ പറയും. അതിനൊക്കെ ഒരു പരിധി വേണ്ടേ? പിന്നെ ആയോധന, ഈ മർമ്മവിദ്യ എന്ന് പറഞ്ഞ സാധനം, ഇതാണ് പരിപാടി. ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇതാണ് പരിപാടി. മർമ്മവിദ്യയുടെ പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്.
അതായത് കുത്തി വിട്ട് കഴിഞ്ഞാൽ പാടിക്കൊണ്ടേയിരിക്കും ഒരാൾ, അയാൾ പാടി മരിക്കുന്നു. വേറൊരാളെ കുത്തി വിട്ട് കഴിഞ്ഞാൽ അയാളെ ജെൻഡർ തന്നെ മാറണം. അതായത് ആണായ ഒരാൾ പിന്നെ പെണ്ണായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും, അയാളെ മാൻഡ്രസും ഒക്കെ മാറും. ചേട്ടാ മാൻഡ്രസ് മാറുന്നതൊക്കെ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഈ കുത്തിനകത്ത് മേക്കപ്പ് ഉൾപ്പെടെ എങ്ങനെയാണ് മാറുന്നത്? നിങ്ങൾ സിനിമ കാണാൻ പറയാം, ഫസ്റ്റ് വില്ലനെ കൊല്ലുന്നത് ജെൻഡർ മാറ്റിയിട്ടാണ്. അയാൾക്ക് ലിപ്സ്റ്റിക്ക് വരും, കണ്ണെഴുതിയിട്ടുണ്ടാവും, മേക്കപ്പ് മാറും. ഒരു കുത്തിൽ ഇത്രയും സാധനങ്ങൾ നടക്കും. നിങ്ങൾ സിനിമ കാണാത്തതുണ്ടെങ്കിൽ കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഫസ്റ്റ് ആളെ കൊല്ലുന്ന സംഭവമാണ് ജെൻഡർ മാറി കൊല്ലുന്നത്. അങ്ങനെയൊക്കെയാണേ. പിന്നെ വേറൊരാൾ തുപ്പിച്ചാവും, വേറൊരാൾ ഓടിച്ചാവും. അതങ്ങനെ ഒരാൾ, അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടൊക്കെയാണ് അപ്പൂപ്പൻ ആൾക്കാരെ കൊല്ലുന്നത്. അങ്ങനെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. സമയം ഒരുപാട് പോകും, കാരണം ഒരുപാട് റിവ്യൂസ് നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സേനാപതി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരു നല്ല ഒന്നാം തരം ട്രോൾ മെറ്റീരിയലായി നിർത്തിയ ശങ്കർ സാറെ നിങ്ങളെ നമിക്കുന്നു. എൻ്റെ സുഹൃത്ത് ഉണ്ണി പറയുന്ന കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിന് പകരം ഈ ഒരു കഥയിലേക്ക് അന്യനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ മാച്ചായേനെ. കാരണം അന്യൻ സിനിമയിലും ഇന്നത്തെ ആ ഒരു വയസ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 60-70 വയസ്സിന് താഴെ വരുള്ള ആൾ, അല്ലെങ്കിൽ 50 വയസ്സ് 55-60 വയസ്സിനകത്തേ വരുള്ളൂ. പുള്ളിക്ക് ഈസിയായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കത് വിശ്വസനീയമായി മാറിയേനെ. വെറുതെ കമൽ സാറിനിട്ട് ഇങ്ങനൊരു പണി കൊടുക്കണ്ടായിരുന്നു ശങ്കർ സാർ. ഇനി അനിരുദ്ധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 കമ്മിറ്റ് ആയതാണ്. അന്ന് പുള്ളി ചെയ്തതാണ്. അത് പുള്ളിയുടെ തുടക്കകാലത്തിൽ പുള്ളി ചെയ്ത വർക്കാണ് നമ്മൾ ഈ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇന്ന് നിൽക്കുന്ന റേഞ്ചുമായിട്ട് അതിന് തട്ടിച്ചു നോക്കിയാൽ ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരും. കാരണം നമ്മൾ ജയിലർ മൂവി കണ്ടതാണ്. ജയിലർ മൂവി വളരെ ചെറിയൊരു ത്രെഡാണ്. അതിനെ പുള്ളിയുടെ മ്യൂസിക്കിലൂടെ എൻഹാൻസ് ചെയ്താണ് ആ സിനിമയെ ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അനിരുദ്ധിൻ്റെ ടാലൻറ്റ് നമുക്കറിയാം. പക്ഷേ ഈ സിനിമ ആളുടെ തുടക്കകാലമായതുകൊണ്ടും ഇതൊക്കെ കണ്ടാൽ വല്ലതും ചെയ്യാൻ തോന്നണ്ടേ. അപ്പോൾ അനിരുദ്ധിൻ്റെ മാനസികാവസ്ഥയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചു. അയാൾ തന്നെ വെറുത്തായിരിക്കും ഇതൊക്കെ ചെയ്തത്. പിന്നെ ശങ്കർ വലിയൊരു ബ്രഹ്മാണ്ഡമായ ക്രൂ, അതൊക്കെ കണ്ടിട്ട് ഒരിക്കലും ഒരു മ്യൂസീഷ്യൻ അത് മിസ് ചെയ്യില്ല. അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. സിനിമയുടെയും കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ എഴുത്തുകാരൻ പോലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു മുൻ അറിയിപ്പ് കൊടുത്തത്. താത്ത വരാറ് കതറവിട പോരാറ്. കതറവിട്ടത് ഓഡിയൻസായി പോയി എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നും പറയില്ലടേ. സിനിമ കാണരുത് എന്നൊന്നും ഞാൻ പറയില്ല. സിനിമ കാണണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് കാണാം. അടുത്തുള്ള തിയേറ്ററുകളിൽ സിനിമയുണ്ട്. അനുഭവിച്ചറിയുക താത്തയുടെ വിളയാട്ടം.